ഈ വീഡിയോയിൽ നമ്മൾ ട്രംപിൻ്റെ ലിബറേഷൻ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച താരിഫ് ലിബറേഷൻ ഡേ, അമേരിക്കയുടെ ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു താരിഫൊക്കെ ട്രംപ് പുറത്തിറക്കിയത്. താരിഫ് റിലീസ് ചെയ്തു. അതിനോടനുബന്ധിച്ചുണ്ടായ കോലാഹലങ്ങളൊക്കെ എവറി ഡേ വീഡിയോ ചെയ്ത് നമ്മൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ താരിഫ് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. ബാക്ക് ഫയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുപ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അമേരിക്കയിലെ മാനുഫാക്ചറിങ് യൂണിറ്റ് അടച്ചു പൂട്ടുമെന്നുള്ള ഭീഷണിയാണ് ട്രംപിന് കൊടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇപ്പോൾ വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതിയിലൊക്കെ പോയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്ത് ഞാൻ എടുത്ത താരിഫ് നിയമം ശരിയാണ് എന്ന് വാദിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ട്രംപ് കാണിക്കുന്നത്. എനിവേ എലോൺ മസ്ക് ഒക്കെ പുറത്തു പോയി 2 ബില്യൺ പറഞ്ഞു, 1 ബില്യൺ ആയി, പിന്നെ ആകെ മില്യൺ കണക്കിലെ പൈസ പോലും ഗവൺമെന്റിന് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എലോൺ മസ്ക് ഡോജിൽ നിന്ന് പുറത്തു പോകുന്നത്. ശരി, എനിവേ എലോൺ മസ്കിന്റെ മേളിൽ പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതുമായിട്ടല്ല നമ്മളിപ്പോൾ നോക്കുന്നത്. സ്വാഭാവികം, അമേരിക്കയിലാകുമ്പോഴത്തേക്കും ചിലപ്പം ചില മരുന്നുകളൊക്കെ ആൾക്കാർ ഉപയോഗിക്കും. കാരണം ആ രീതിയിലുള്ള മരുന്ന് കച്ചവടമാണ് അമേരിക്കയുടെ ഉള്ളിൽ തകൃതിയായിട്ട് നടക്കുന്നത്. പക്ഷെ അവർ നാട്ടുകാരെയൊക്കെ ഉപദേശിക്കും. എന്നാൽ അവരുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ രീതിയിലുള്ള ക്രൈം പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. എനിവേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന് താരിഫ് ഇടുമെന്നുള്ള രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് അലുമിനിയം, സ്റ്റീൽ ഇത് രണ്ടിനും 25% വീണ്ടും താരിഫ് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ട്രംപ് പറയുന്നത് സ്റ്റീൽ, അലുമിനിയം പോലത്തെ പ്രോഡക്റ്റുകളൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ മാനുഫാക്ചറിങ് അമേരിക്കയുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു താരിഫ് ഇടുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. എല്ലാ താരിഫുകളും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടത്. ഉപരിയായിട്ട് ഇപ്പം യൂറോപ്യൻ യൂണിയന് 50% താരിഫ് എന്നുള്ള നിലയിൽ ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാറിയും തിരിഞ്ഞൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് മറ്റുള്ള ലോകരാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ ഉള്ളിലുള്ള കമ്പനികൾക്ക് നടത്താൻ കഴിയുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആ രാജ്യത്തിന്റെ എക്കോണമിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായിട്ട് ഇപ്പോൾ മാറിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് കൊക്കക്കോള കമ്പനി ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഇനി അമേരിക്കയിൽ മാനുഫാക്ചറിങ് നടത്തുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനം. അതായത് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൊക്കക്കോള കമ്പനി അമേരിക്കയുടെ ഉള്ളിൽ അടച്ചു പൂട്ടിയിട്ട് ഇവിടെ വെളിയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വിയറ്റ്നാം, തായ്ലാൻഡ്, UAE പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊക്കക്കോള മാനുഫാക്ചറിങ് ചെയ്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് കയറ്റി അയച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തോളാം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം ഈ കമ്പനിക്ക് അറിയാം വെളിയിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പം എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്നും അമേരിക്കയുടെ ഉള്ളിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡോളർ ബേസ്ഡ് എക്കോണമിയിൽ അതിൻ്റെ എക്സ്പെൻസസ് എത്രയാണെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ട്രംപിന്റെ ആഗ്രഹം നല്ലതാണ്. സ്വന്തം രാജ്യത്തിനുള്ളിൽ എല്ലാ മാനുഫാക്ചറിങ് കമ്പനികളും വരണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതിന്റെ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ട് വേണമായിരുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. ഇത് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ ബിസിനസ് ഒക്കെ തകർന്നതിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വീഡിയോസൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചാൽ ആമസോൺ അമേരിക്കയിലെ വളരെ വലിയൊരു കമ്പനിയാണ് ഇ കൊമേഴ്സ് മാർക്കറ്റിൽ. അപ്പോൾ ജെഫ് ബെസൂസ് പറഞ്ഞിരിക്കുകയാണ് ആമസോൺ ശരിക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള അവരുടെ ആസ്ഥാനങ്ങളെല്ലാം മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കേണ്ടി വരും ഇതാണ് സാഹചര്യമെങ്കിൽ. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞുണ്ട്, അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർ ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഗോഡൗൺസ്, അവരുടെ വെയർ ഹൗസ്, അതേപോലെ അവരുടെ ഷിപ്പിംഗ് ഏരിയാസ്, ഇതേപോലെ പല യൂണിറ്റുകൾ ആമസോൺ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ സിയാറ്റിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ശരിക്കും ആമസോണിന്റെ ഓഫീസൊക്കെ ഉള്ളത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കാറൊക്കെയാണ്. അവിടെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള റിസർച്ച് AIW എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലൊക്കെ ആമസോൺ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. IT ഇൻഡസ്ട്രിയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നതാണ്. ഈ ഫേസ് റെക്കഗ്നേഷൻ പ്രോഗ്രാം ഒക്കെ, ഇതേപോലത്തെ പ്രോജക്റ്റുകളൊക്കെ ആമസോൺ അലക്സ, ഇതേപോലത്തെ പ്രോജക്റ്റുകളൊക്കെ പലതും നടപ്പിലാക്കുന്നുണ്ട് ആമസോൺ. ആമസോൺ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അമേരിക്ക വിടേണ്ടി വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാരണം അവരും ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി, പ്രത്യേകിച്ച് സപ്ലൈ ചെയിൻ മേഖലയിൽ അവർ തകർച്ച നേരിടുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. ചൈനയുമായിട്ട് ബന്ധം വെച്ച് കഴിഞ്ഞാലും ട്രംപ് പ്രശ്നം ഉണ്ടാക്കും. ചൈനയുടെ സാധനങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആമസോൺ കമ്പനി തകരും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ജെഫ് ബെസൂസ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം. കാരണം അമേരിക്കയ്ക്ക് ആമസോൺ മൂലം ഉണ്ടാകുന്ന എക്കണോമിക് ലോസ് അല്ല, അതിലുപരിയായിട്ട് ഒരു പ്രൈഡ്. ആമസോൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ ലിസ്റ്റഡ് കമ്പനികളിൽ
വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി അമേരിക്ക വിടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആപ്പിൾ അമേരിക്ക വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേ ഒരു അവസ്ഥ തന്നെയാണ്. എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ ഇനി അമേരിക്കയിൽ ഇനി ഉൽപ്പാദിപ്പിക്കുന്നില്ല. എൻവിഡിയയുടെ CEO പണ്ടേ തുറന്നു പറഞ്ഞതാണ്, ചൈന ഇല്ലാണ്ട് നമുക്ക് മാനുഫാക്ചറിങ് നടക്കത്തില്ല, ചിപ്പ് ഉൽപ്പാദനം തടസ്സപ്പെടുമെന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ശരിക്കും ഈ ഒരു ചൈനയുമായിട്ട് 247% വെച്ചിരുന്ന ആ ഒരു താരിഫൊക്കെ കുറച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഇതേപോലെ പല കമ്പനികളും അവിടെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആമസോണിൻ്റെ അമേരിക്കയുടെ ഉള്ളിലുള്ള പല സ്റ്റോറുകളും എംറ്റിയാണ്, കാലിയാണ്. ചെറിയ പ്രോഡക്റ്റുകൾക്ക് വരെ ഇപ്പോൾ കോസ്റ്റ് ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു താരിഫ്. അതായത് ഈ പ്രോഡക്റ്റ്, ചെറിയ പ്രോഡക്റ്റ് ചിലപ്പോൾ $3-5 പ്രോഡക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പൈപ്പിൻ്റെ ഫിൽട്ടർ ആയിരിക്കും. ആ ഫിൽട്ടറിന് ചെറിയ പൈസ ആയിരിക്കും. അപ്പോൾ ആ പൈപ്പിൻ്റെ ഫിൽട്ടറിനേക്കാളും അതിനെ പൊതിയുന്ന കവർ ഉണ്ടല്ലോ, കവറിങ്, പാക്കിംഗ്, ആ പാക്കിങ്ങിൻ്റെ കോസ്റ്റ് അതിനേക്കാളും കൂടുന്നു എന്നാണ് ആമസോൺ പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. താരിഫ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ട്രംപ് ആമസോണുമായിട്ട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞത്, അതായത് നിങ്ങൾ കുറച്ചു കാലത്തേക്ക് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ സഹിക്കുക. എങ്ങനെ സഹിക്കാനാണ്? എൻഡ് യൂസറിനെ ബാധിക്കാത്ത വിധത്തിൽ ഈ ഒരു താരിഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ട്രംപ് കൊടുത്ത ഉപദേശം. എൻഡ് യൂസറിനെ ബാധിക്കാതെ പിന്നെ ഈ ഒരു താരിഫിന്റെ നഷ്ടം എവിടെ നിന്നാണ് ഈ ഒരു മാനുഫാക്ചറർ ഈടാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളല്ലേ ആ പൈസ കൊടുക്കേണ്ടത്. അപ്പൊ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ, അതായത് എന്തെങ്കിലൊക്കെ താരിഫ് എന്നുള്ള പേരിൽ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ട് ഒരു രീതിയിലും ഉപയോഗപ്പെടാത്ത രീതിയിലുള്ള ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഗ്രാജുവലി സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് കമ്പനികളെയൊക്കെ ഉള്ളിൽ വരുത്തിയിട്ട് വേണമായിരുന്നു ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ. ഇത് തന്നെയാണ് നമ്മൾ അന്നും പറയുന്നത്, ഇത് തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നത്. ഇത് പലപ്പോഴായിട്ട് പല തവണ ഇതേപോലത്തെ മിസ്റ്റേക്സ് കാണിച്ച പല രാജ്യങ്ങൾക്കും ഈ ഒരു അനുഭവമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിന്റെ പേരിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഫൈസർ എന്ന് പറഞ്ഞ കമ്പനി. ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിയെ എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. വാക്സിനൊക്കെ നിർമ്മിച്ച് കോവിഡിലൊക്കെ വളരെയധികം ഫൈസർ വാക്സിൻ ഫേമസ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഫൈസർ. ഈ ഫൈസർ കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന് കൊണ്ടുവരുന്ന താരിഫ് അത് ശരിക്കും പറഞ്ഞാൽ ജനറിക് മെഡിസിൻ ഉൽപ്പാദനത്തിൽ ക്രൈസിസ് ഉണ്ടാക്കും. അതിൻ്റെ അവൈലബിലിറ്റി അത് ബാധിക്കും. മെഡിസിൻ ഷോർട്ടേജ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു കമ്പനി വാണിംഗ് കൊടുക്കുന്നത്. അവർ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇന്ന് 600 ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക്, ഇൻക്ലൂഡിങ് കീമോതെറപ്പി, ആന്റിബയോട്ടിക്സ്, ഈ മേഖലകളിലൊക്കെ ഈ ഒരു കമ്പനി പ്രോഡക്റ്റ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഈ താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്, അതായത് പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് $2 ബില്യൺ മിനിമം ചിലവാകും. 5 മുതൽ 10 വർഷം എടുക്കും ഇത് പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ അത്രമാത്രം ടൈം നമ്മൾ 5-10 വർഷത്തേക്ക് നമ്മൾ ഈ താരിഫ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന മെഡിസിൻ്റെ മേളിൽ താരിഫ് ഇടുമ്പോഴത്തേക്കും 5 മുതൽ 10 വർഷം അമേരിക്ക എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിനൊന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പക്കൽ ഒരു ഉത്തരവുമില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് താരിഫ് അങ്ങിടുകയാണ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഫൈസർ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെനിഫർ വാൾട്ടൺ ആണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവരാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് കമ്പനി നമ്പർ 3 ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫൈസർ. ഇതെല്ലാം വലിയ കമ്പനികളാണ്, വൻകിട കമ്പനികളാണ്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഈ ഒരു മരുന്നിറക്കാന്ന് പറഞ്ഞാൽ ഒരു മരുന്നിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ നൂലാമാലകളും കാര്യങ്ങളെല്ലാം ഈ മെഡിസിൻ റെഗുലേറ്ററി ബോർഡിന്റെ അപ്രൂവലൊക്കെ കിട്ടിയ ഒരു മെഡിസിൻ ലൈസൻസ് എടുത്ത് പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം അതിനകത്ത് വർക്കുണ്ട്. അപ്പോൾ ആ ഒരു കടമ്പയൊക്കെ കടന്നു വരണം എന്നുണ്ടെങ്കിൽ 5, 10, ചിലപ്പോൾ 15 വർഷം ചിലപ്പോൾ ഒരു മെഡിസിനൊക്കെ വന്നേക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന് ഇടുന്ന താരിഫ് ഒഴിവാക്കണം. അങ്ങനെ ഒരു താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിയും അമേരിക്ക വിടും. കാരണം ഈ പറഞ്ഞ കമ്പനികൾക്കെല്ലാം ഓൾറെഡി തന്നെ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും ബ്രാഞ്ച് ഉണ്ട്, പല രാജ്യങ്ങളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അമേരിക്കയുടെ പുറത്ത് തന്നെ മാനുഫാക്ചറിങ് ചെയ്യാം. ഇനി അമേരിക്ക വേണമെങ്കിൽ താരിഫ് ഇട്ടിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അമേരിക്കയെ ഒറ്റപ്പെടുത്തും. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓഷൻ കാരിയർ അറ്റ്ലാന്റിക് കണ്ടെയ്നർ ഷിപ്മെന്റ് കമ്പനിയുടെ CEO ആണ് ഈ ആന്റി അപ്പോർട്ട്. ഈ ആന്റി അപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് സപ്ലൈ ചെയിൻ മേഖലയിൽ നടക്കുന്ന ആ ഒരു ചാഞ്ചാട്ടം, ഇത് ശരിക്കും പറഞ്ഞാൽ അവർ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷിപ്മെന്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഷിപ്മെന്റ് മേഖലയിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിൽ വളരെയധികം അൺസർട്ടനിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഓഷൻ കാരിയർ അറ്റ്ലാന്റിക് കണ്ടെയ്നർ ഷിപ്മെന്റ് കമ്പനിയുടെ
CEO പറഞ്ഞു വെക്കുന്നത്. പോളിസി പൊതുവിൽ അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻസിന്റെ ചെലവ് വർദ്ധിപ്പിച്ചു, അമേരിക്കൻസിന് കൂടുതൽ പൈസ കൊടുത്ത് പ്രോഡക്റ്റ് മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് അമേരിക്കയെ തള്ളി എന്നാണ് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും വരുന്ന പരാമർശം. ശരിക്കും ട്രംപിന്റെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ചൈനയെ നിരന്തരം ടാർഗറ്റ് ലിസ്റ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിരിക്കുന്ന സാഹചര്യത്തിലും കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ട്രംപ് സർക്കാർ. ഇസ്രായേൽ ഗാസ അഥവാ ഇസ്രായേൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീവ് വിറ്റ്കോഫ് പ്രപ്പോസ് ചെയ്തിരുന്ന സീസ് ഫയർ ഡീല് രണ്ടു കൂട്ടരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഹമാസ് ആദ്യമേ തന്നെ ഈ ഒരു ഇസ്രായേലിന്റെ റീഡിപ്ലോയ്മെന്റ് IDFന്റെ ഫോഴ്സിനെ റീഡിപ്ലോയ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിലാണ് അവരുടെ വിയോജിപ്പ്. ഈ സംഭവം നമ്മൾ നേരത്തെ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഈ ഒരു പോയിന്റിൽ യോജിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഈ റീഡിപ്ലോയ്മെന്റിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഹമാസ് പറയുന്നത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും മിലിറ്ററി ഗാസയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഹമാസിന് താല്പര്യം. പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടയക്കുക, എല്ലാ ബന്ദികളെയും വിട്ടയക്കുക, ഹമാസ് ആയുധം താഴെ വെക്കുക, പിന്നെ ഹമാസ് ഗാസയിൽ ഭരണത്തിലുണ്ടാവാൻ പാടില്ല. ഈ 3 കാര്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ നിങ്ങൾ സീസ് ഫയർ ഡീലോ, നിങ്ങൾ എന്തോ അതോ ഇതോ ആനയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, പക്ഷേ ഇസ്രായേലിന് വേണ്ടത് ഇതാണെന്ന് നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഇസ്രായേലിനെ പ്രഷർ ഇടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് ഒരു സൈഡിൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസ് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഹമാസ് ഇപ്പോഴും ഈ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള ഗ്ലോബൽ രാജ്യങ്ങൾക്ക്, അതായത് അറബ് രാജ്യങ്ങളായിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, പാലസ്തീനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആർക്കും തന്നെ ഇസ്രായേലിന് മുന്നിൽ ഒരു വാദം ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അതായത് ഈ ബന്ദികൾ എത്രമാത്രം ഹമാസിന്റെ കയ്യിലുണ്ടോ അത്രമാത്രം ഹമാസിന് ഡേഞ്ചറാണ്. അതാണ് ഇതിനകത്ത് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. IAEA പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഉള്ളിൽ 24 മിനി അണുബോംബുകൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് IAEAയുടെ സ്റ്റേറ്റ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇറാനെ വരുതിക്ക് വരുത്താനും ഇറാൻ കം ടു ദ ടേബിൾ, അതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ടേബിളിലേക്ക് വരിക, ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള IAEAയുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലുള്ള ഹൂത്തികളെ അവർക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അവർക്ക് ഒരു രീതിയിലുള്ള മീഡിയേഷൻസും നടത്താൻ കഴിയുന്നില്ല. ഇസ്രായേൽ ഗാസ വിഷയത്തിലും ഒരു രീതിയിലുള്ള മീഡിയേഷൻസും അമേരിക്കയ്ക്ക് നടത്താൻ കഴിയുന്നില്ല. ഈ രീതിയിൽ എമ്പാടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപ് ചൈനയുമായിട്ട് താരിഫ് ഇട്ട് നോസ് കട്ടടിച്ച് ഷീ ജിൻപിങ്ങിനെ ചർച്ചയ്ക്ക് വരൂ എന്ന് കാലിൽ വീഴാത്ത രീതിയിൽ വിളിച്ചിട്ടും ഷീ ജിൻപിങ് ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു രീതിയിലുള്ള റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത ട്രംപ് എങ്ങനെയാണ് ഇറാന്റെ മേളിൽ സമ്മർദ്ദമിട്ട് ഇറാനെ വരുതിക്ക് വരുത്തി ടേബിളിലിരുത്തി ന്യൂക്ലിയർ ഡീൽ ഒപ്പിടിപ്പിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ ഇറാന്റെ ഉള്ളിൽ സംഭവിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ സൈറ്റുകൾ IAEA കണ്ടെത്തി വെച്ചിരിക്കുന്ന ഈ ന്യൂക്ലിയർ സൈറ്റുകൾ ആരാണ് ഇനി അറ്റാക്ക് ചെയ്യേണ്ടത്? അമേരിക്കയോ? ഒരിക്കലും ചെയ്യില്ല. ഇനി ഇത് അറ്റാക്ക് ചെയ്യാനുള്ള ചുമതല ഇസ്രായേലിനുള്ളതാണ്. ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പ്രിസൈസ് അറ്റാക്ക് നടത്തി ആ പർട്ടിക്കുലർ സ്ഥലങ്ങൾ മാത്രം നശിപ്പിക്കും. അതിനിപ്പോൾ ഏത് സ്ഥലത്ത് കൊണ്ട് വെച്ചാലും ഇസ്രായേൽ അത് ചെയ്യും. ഇനിയിപ്പോൾ അത് മല തുറന്ന് അടിയിൽ കൊണ്ട് വെച്ചാലും സീക്രട്ട് മിഷൻ നടത്തി മൊസാദ് സ്റ്റൈലിൽ ആ ഒരു ഓപ്പറേഷൻ അവർ നടത്തി സക്സസ്ഫുൾ ആക്കും. അതുപോലത്തെ ചരിത്രങ്ങൾ മൊസാദിന് ഇതിനു മുമ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡിനൈ ചെയ്യാനൊന്നും കഴിയില്ല. ഇസ്രായേൽ അതിൻ്റെ പണി ഓൾറെഡി തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തണം, അത് എയർ സ്ട്രൈക്ക് നടത്താൻ പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഉള്ളതെങ്കിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തും. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മേലിലാണ് അതിൻ്റെ ചുമതല. അമേരിക്ക ഇതിന് യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ഇസ്രായേൽ ഇതിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇനിയൊരു ഡോമിനൻസ്, ഇറാനിന് പ്രത്യേകിച്ചൊരു ഡോമിനൻസ് ഉണ്ടാവാൻ ഇസ്രായേൽ അനുവദിക്കില്ല. ഈ ഗാസയിലെ എയ്ഡ് സർവീസ് മൊത്തത്തിൽ അൽക്കുൽത്താവുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇസ്രായേൽ പറയുന്നത് എയ്ഡ് കൊണ്ടുവന്ന് നിങ്ങൾ ഈ ഒരു അമേരിക്കൻ ഏജൻസിയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ യുണൈറ്റഡ് നേഷൻസ് UN പറയുന്നത് ഞങ്ങൾ പഴയതുപോലെ എയ്ഡ് സപ്ലൈ തുടരാമെന്നുള്ള നിലയിലുള്ള വാദങ്ങളൊക്കെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ UN പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹങ്കർ ഏരിയ, വിശന്നിരിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലം ഗാസയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല. സൊമാലിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ ലിസ്റ്റഡ് ആണ്. ആഫ്രിക്കൻ റീജിയൻസിൽ പല രാജ്യങ്ങളിലും പട്ടിണിയുണ്ട്. ഇതൊന്നും യുണൈറ്റഡ് നേഷൻസിന് കണ്ണിൽ കാണുന്നില്ല. ഓക്കെ, ഗാസ ഇപ്പം നിലവിലെ ഒരു ലൈം ലൈറ്റിലുള്ള ഒരു ഏരിയ ആണ്, ഇത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യുണൈറ്റഡ് നേഷൻസ് അതിൽ കൺസേൺ പ്രകടിപ്പിക്കുന്നതിലും
ഗാസയെക്കുറിച്ച് തീർച്ചയായിട്ടും ആൾക്കാർ സംസാരിക്കും. ഇപ്പൊ ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഈ ഒരു ഗാസയിൽ പട്ടിണി, കുട്ടികൾ മരിക്കും, പട്ടിണി മൂലം ആൾക്കാർ മരിക്കും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആരും മരിച്ചതായിട്ടുള്ള വാർത്ത വന്നിട്ടില്ല. ഒരു മാസമായേ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പൊ ഇനിയും ഈ ഒരു ഇരവാദം തുടരാതിരിക്കില്ല. ഗാസയിൽ അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ പോയി മേടിച്ച് കഴിക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗാസയ്ക്കുള്ളിൽ ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. കാരണം എന്ന് വെച്ചാൽ ഹമാസിനെ നിലനിർത്തണം അവിടെ. ഈ ഹമാസിന്റെ മേലുള്ള താല്പര്യമാണ് യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള നിലവിൽ അമേരിക്കയുടെ ഒരു നിലപാട്. ഇതെല്ലാം തന്നെ ഹമാസിനെ അവിടെ നിലനിർത്തി പോകണം എന്നുള്ളതിൽ ചെറിയ താല്പര്യമുള്ളതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എയ്ഡ് ഹമാസ് ത്രൂ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രഷർ ഇസ്രായേലിന്റെ മേളിൽ കൊടുക്കുന്നത്. അതായത് എയ്ഡെങ്കിലും കൊടുക്കൂ, അത് വെച്ചെങ്കിലും ഹമാസ് പിടിച്ചു നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ അതിന് തയ്യാറല്ല. ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ ഇനി മുച്ചൂടും ഒഴിപ്പിച്ചിട്ടേ ഇസ്രായേൽ ഒരു കരയ്ക്ക് എടുക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതുപോലെ സ്വിറ്റ്സർലാൻഡ്, ഇന്നലെ ജർമ്മനിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് സ്വിറ്റ്സർലാൻഡ് ലിയോപാഡ് ടാങ്ക് ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്ന ഒരു അവസ്ഥയിൽ സ്വിറ്റ്സർലാൻഡിന്റെ ഫെഡറൽ കമ്മീഷൻ അതിനെ തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ തന്നെ ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡ്, ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമായിട്ട് അറിയപ്പെടുന്ന സ്വിസ് ബാങ്കിന്റെ ഉടമയായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ടാങ്ക് കച്ചവടവും ഉക്രൈനുമായിട്ട് വേണ്ട, ഫ്രീ ആയിട്ട് ഒരു സപ്ലൈയും കൊടുക്കേണ്ട എന്നാണ് സ്വിറ്റ്സർലാൻഡിന്റെ ഫെഡറൽ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഷർ ഇട്ടിട്ടുണ്ട്. ഇന്ത്യ ഇലക്ഷനെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശുമായിട്ട് എക്കണോമിക് സാങ്ഷൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ആദ്യം ഇലക്ഷൻ നടത്തണം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് സാങ്ഷൻസ് ഇന്ത്യ ഏർപ്പെടുത്തും എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം വരുന്നുണ്ട്. അതായത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ ഡിഗ്രി ഓണർ റിസീവ് ചെയ്ത സമയത്ത് പാലസ്തീൻ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഉയർത്തി കാണിച്ചതായിട്ടും ട്രംപ് അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്, നിങ്ങൾ ഇതേ പ്രവൃത്തി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഫണ്ട് പൂർണ്ണമായിട്ടും നിർത്തുമെന്നുള്ള നിലയിലുള്ള ചില നിലപാടുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് ആണ്, അവർ തിളയ്ക്കുന്ന ചോരയാണ്. ഈ ഒരു പ്രായത്തിൽ അവർ ഈ പരിപാടികളൊക്കെ കാണിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ പോസ്റ്ററുകൾ എഴുതി വെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജും പല കോളേജുകളും നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഈ കുട്ടികൾ പെരുമാറുക. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ബോധം ട്രംപിന് വേണം. അതിലുപരിയായിട്ട് സ്റ്റുഡൻസുകളുടെ വിസയെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് സ്റ്റുഡൻസിനെ എല്ലാം ടാർഗറ്റ് ചെയ്ത് അവരുടെ വിസയൊക്കെ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ അപ്പോയിൻമെന്റ് കിട്ടിയ ആൾക്കാർക്ക് വിസ കിട്ടും. അതായത് ഇനി പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും സ്വീകരിക്കുന്നതല്ല എന്നാണ് ഉള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇതിൽ ഒരുപാട് നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കും. കാരണം ഈ സ്റ്റുഡൻറ്റുകൾ അടയ്ക്കുന്ന ഫീസിന്റെ ആ ഒരു ഇനത്തിൽ വരുന്ന വരുമാനം അമേരിക്കയ്ക്ക് ആ ഒരു സൈഡിലും കൂടെ നഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാർ റൈറ്റ് നിലപാടിൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തുർക്കിയിൽ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് തുടരുകയാണ്. അതായത് എർദോഗനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, അതായത് എതിർ പാർട്ടികളെ അടിച്ചമർത്തുക എന്നുള്ള എർദോഗന്റെ ആ ഒരു നയം, ആ നയത്തിനെതിരെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. എർദോഗൻ എപ്പോഴും പറയുന്നത് ജനങ്ങൾ ഇലക്ഷൻ ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾ എന്നെയാണ് താല്പര്യപ്പെടുന്നത്, ആ ജനങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് എർദോഗൻ പറയുന്നത്. ജനങ്ങൾ ആഗ്രഹിച്ച് ഇലക്ഷനെ വേണ്ട, നിങ്ങൾ നിരന്തരമായിട്ട് ഇരുന്ന് ഭരിച്ചോ എന്ന് പറഞ്ഞ് കസേരയിലിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഓപ്പോസിറ്റ് പാർട്ടികളെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എർദോഗന് ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അല്ല, ജനങ്ങളൊന്നും അവിടെ എർദോഗനെ പിടിച്ച് വെച്ചതല്ല. ഇലക്ഷൻ നടത്തിയാൽ എർദോഗൻ വീട്ടിൽ പോകേണ്ടി വരും. ഇനിയിപ്പോൾ എർദോഗന് ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ സ്വമേധയാ ഇനിയിപ്പോൾ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൊസിഷനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നാണം കെടും. അതാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ഈസ്റ്റേൺ മേഖലയിൽ, അതേപോലെ ബംഗ്ലാദേശ്, ചൈന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നല്ല മഴയും ഫ്ലഡുമാണ്. ഈ ഫ്ലഡിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതായത് ആ രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള മഴക്കെടുതികളാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നേരിടേണ്ടത്. അതുപോലെ ഇന്ത്യക്കുള്ളിൽ ബോംബെയിലും ഇതേപോലെ നല്ല രീതിയിലുള്ള ഫ്ലഡ് സംഭവിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് പണി കഴിപ്പിച്ച പാലങ്ങൾക്കൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു നല്ല മഴയോടൊപ്പം തന്നെ കൊറോണ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ള വാർത്തയും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 3000-ലധികം പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 1000-ലധികം കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതുവരെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഈ മാസ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ഹൈജീനെ കുറിച്ചൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു അവയർനെസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. വീര്യമില്ലാത്ത കൊറോണയാണ് പടരുന്നത്, അതുകൊണ്ട് ഭീതി വേണ്ട എന്നൊക്കെ പറയുന്നെങ്കിലും കൊറോണ ഇസ് കൊറോണ, അതാദ്യം മനസ്സിലാക്കുക. ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിരൂക്ഷമായ നിലയിൽ അത് ബാധിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട്
ഹൈജീൻ കീപ്പ് ചെയ്യുക, മാസ്ക് ഇടുക. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.